ഹലോ. അപ്പോ ഇന്ന് ഞാന് നമ്മളെ ഹിന്ദിന്റെ എക്സാം എഴുതിയിട്ട് വന്നതാ. +2 എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കില് ഇത് ശരിക്കും പറഞ്ഞ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എക്സാമാ. എന്താ സംഭവം എന്ന് പറഞ്ഞാല് നമ്മളെ 2025 ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം ഇന്നലെ രാത്രി പോയതാ ഞാന്. ആ ഒരു എക്സാം പേപ്പർ, ക്വസ്റ്റ്യൻ പേപ്പർ 2025 എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പേടിപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാ. ഞാൻ ശരിക്കും പേടിച്ചു പോയിനെടാ. എന്താ പറയാ, ആ ഒരു അതിലത്തെ ക്വസ്റ്റ്യൻസ് അല്ലേ ഭയങ്കര ടഫായിട്ട് ഉണ്ടായേ. ഞാൻ വിചാരിച്ച ഹിന്ദി ഉടുക്കത്തെ ടഫായിരിക്കും പബ്ലിക് എക്സാം. അപ്പോ ശരിക്കും പറഞ്ഞ ഇങ്ങനത്തെ ഒരു നല്ല പേടിയില്ല ഞാന് ഇന്ന് രാവിലെ എക്സാം ഹാളിൽ പോയത്. പക്ഷെ ഈ ഒരു പേപ്പർ സത്യം പറയാലോ, ഈ ഒരു പേപ്പർ ആ ഒരു ടെൻഷനിലല്ല ഞാൻ പോയത്. ഫുൾ ടെൻഷനും ഇല്ലാണ്ടായി. എന്തെന്ന് പറഞ്ഞാല് എനിക്കൊരു ഏകദേശം മോഡറേറ്റ് എക്സാം ആയിരുന്നു. എന്തെന്ന് പറഞ്ഞാല് ടഫും അല്ല, പക്ഷെങ്കില് ഭയങ്കരമായി ഈസി അല്ല, ഒരു മോഡറേറ്റ് എക്സാം ആയിരുന്നു നമ്മൾ. പക്ഷെ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. എന്തെന്ന് പറഞ്ഞാല് നമ്മൾ ഈ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഓപ്ഷൻ ആയിട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം എന്താന്ന്. നമ്മള് ഫസ്റ്റ് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഓക്കെ, അതെല്ലാം ഫുൾ എഴുതിന്. അത് എല്ലാം ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യന്. പിന്നെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യനില് 7th ക്വസ്റ്റ്യൻ കുറച്ച് കുഴപ്പിക്കുന്ന പോലെ തോന്നി. അതുകൊണ്ട് അത് ഓപ്ഷൻ ആയിട്ട് വിടാനുള്ള ഒരിതില്ലേ, അതുകൊണ്ട് 7ാമത്തത് വിട്ടേച്ച്. ബാക്കി 2, 6ഉം 8ഉം ഭയങ്കര ഈസി ആയിരുന്നു. പിന്നെ ടെൻഷനായ സംഭവം എന്ന് പറഞ്ഞാൽ ഇതാ, ഇവിടെയാണ് ടെൻഷനായി. ഇത് കണ്ടില്ലേ. നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ. അതെന്ന് പറഞ്ഞാല് ഞാൻ പഠിക്കാത്തൊരു ചാപ്റ്റർ ആയിരുന്നു. കുമുദ് ഫൂൽ ബേജ്നെ വാലി ലഡ്കി. അതിൽ നിന്ന് വന്ന് അതെനിക്ക് കുറച്ച് ടെൻഷൻ തന്നിന്. എനിക്ക് അറിയില്ല ഇതിന്റെ ആൻസർ. ഞാൻ എഴുതിയത് ശരിയാണ്, ഒന്ന് പറഞ്ഞു തരണേ. ഞാൻ എഴുതിയത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാ: കോൺ ഖാലി ഹാത്ത് ആഖേ ബന്ദ് ജാത്താ ഹെ. ആരാണ് കയ്യില് ഒന്നുമില്ലാതെ അതുപോലെ തന്നെ കണ്ണുകൾ മൂടിക്കൊണ്ട് നടന്നു പോയത്? ഞാൻ എഴുതിയത് ONV കുറുപ്പ് എന്നാ. അതായത് ഇസ് കവിതാക്കെ കവി നെ ഐസേ കിയ ഞാൻ എഴുതി. അതായത് ഈ കവിതയിലെ കവിയാണ് അങ്ങനെ ചെയ്തത്. ശരിയാണോന്ന് എനിക്കറിയില്ല. ശരിയാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ, എനിക്കറിയാത്തോണ്ടാ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ. നിങ്ങൾ എന്താ എഴുതിയത്? പിന്നെ നമ്മള് 10ാമത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയത് ആൻസർ മാത്രം പറഞ്ഞുതരാം. കുമുദ് ഫൂൽ ബേജ്നെ വാലെ ലഡ്കി എന്നാ ഞാൻ എഴുതിയത്. 11ാമത്തെ ആണ് നമ്മള് അടിപൊളി ക്വസ്റ്റ്യൻ. എന്തെന്ന് പറഞ്ഞാല് ഞാന് പഠിക്കാത്തൊരു സംഭവമാണ് ആസ്വാദൻ ടിപ്പണി, ഈ ഒരു ചാപ്റ്ററിന്റെ. അത് തന്നെയാണ് 11ാമത്തെ ക്വസ്റ്റ്യൻ. സൂപ്പർ, പൊളിച്ച്. നമുക്ക് കൈമലുള്ള ഹിന്ദി വെച്ചിട്ട് നമ്മള് പറ്റുന്ന രീതിയിൽ എഴുതിന്. പിന്നെ അത് അറിയില്ല, അതൊക്കെ നമ്മള് മാർക്ക് വരുമ്പോ മാർക്കിൽ നോക്കാം. എനിക്കറിയില്ല. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മള് കൈമലുള്ള ഹിന്ദി വെച്ചിട്ട് കുറച്ച് അറിയുന്നതും വെച്ചിട്ട് നമ്മള് കുമുദ് ഫൂൽ ബേജ്നെ വാലെ ലഡ്കി എന്ന് പറയുന്ന ചാപ്റ്ററത്തെ ആസ്വാദൻ ടിപ്പണി എഴുതിന്. പിന്നെ 12ാമത്തെ ക്വസ്റ്റ്യൻ അത് കുറച്ച് ടഫ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതൊരു ടിപ്പണി എഴുതാനേനു. അത് ഞാൻ ഓപ്ഷനിൽ വിട്ട്, കാരണം ഓപ്ഷൻ ഉണ്ട്. 3 ക്വസ്റ്റ്യൻ എഴുതണ്ടുള്ളൂ. 13ാമത്തെ ഹൈക്കു ഇല്ലേ, ഹൈക്കു ആണ് ഞാൻ എഴുതിയത്. 13ാമത്തെ ഹൈക്കുവിന്റെ ഫസ്റ്റ് 6 ഹൈക്കുവിൽ ആദ്യത്തെ ഹൈക്കു ആണ് നമുക്ക് ചോദിച്ചത്. അതും അമ്മനെ കുറിച്ചുള്ള, അമ്മന്റെ ഇമ്പോർട്ടൻസ്. അത് ആ ഫസ്റ്റ് ഹൈക്കു ആയിട്ട് മാത്രം എന്താ പറയാ ഞാൻ എഴുതിന്. ഫസ്റ്റത്തെ ഞാൻ നന്നായിട്ട് പഠിച്ചിന്. 6th ആയിട്ടോ ചോദിച്ചെങ്കില് അറിയില്ല. ഫസ്റ്റത്തെ ഹൈക്കു ആയിട്ട് 13ാമത്തത് ഓക്കെ ആയിരുന്നു. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, കൺഫ്യൂസിംഗും ആയിട്ടുള്ള. ഈ ഒരു പിരമിഡ് കണ്ടിനാ? ഈ ഒരു പിരമിഡ് നിങ്ങൾക്ക് ഇത് എങ്ങനെ ഉണ്ടേനു? ഈസി ആയിരുന്നു ഈ പിരമിഡ്. ഇതില് എനിക്ക് നല്ല കൺഫ്യൂസിങ് ആയിരുന്നു. ദയാലു എന്നും തന്നിന്, രാഹുക്കാന്നും തന്നിന്. ഞാൻ ലാസ്റ്റ് അവസാനം എഴുതിയത് കിസി ദയാലു വ്യക്തി സെ രാഹ് കാ ബാഡ ലേക്കർ ഘർ ലൗട്ട് ആയി. എനിക്ക് തോന്നുന്നത് ഇത് മുർക്ക് ഓൺ ബുലാക്കി എന്ന് പറയുന്ന ചാപ്റ്ററത്തെ മുറുക്കി എങ്ങനെയാണ് വീട്ടിലേക്ക് തിരിച്ചു വന്നെന്നുള്ള ഒരു ഭാഗത്തിലെ സെന്റൻസ് ആണെന്ന് തോന്നുന്നത്. എനിക്കങ്ങനെ തോന്നുന്നത്.
ഈ ദയാലു വ്യക്തി ബാണ്ട എന്ന് പറഞ്ഞാല് വാടകയാണ്. അപ്പൊ വാടക വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു വന്നു എന്നല്ലേ പറയുന്നത്. അപ്പൊ മുർക്ക് ഓഫ് ബുലാക്കി എന്ന് പറയുന്ന ചാപ്റ്റർ താണെന്ന് തോന്നുന്നു. പിന്നെ ഞാന് 15 വിട്ട് ഓപ്ഷനില് 3 എഴുതണ്ടേ, 16 എഴുതി. ഇതാണ് അനുച്ഛേദ്. അനുച്ഛേദ് എന്ന് പറഞ്ഞാല് ഒരു പാറ്റേൺ ഇല്ലേ, ജന്മം മരണം അങ്ങനെ. ഹരിശങ്കർ പരസായിന്റെ ആണ് വന്നത്. അത് കുഴപ്പമില്ല. അപ്പോ അത് ഓക്കേനു, അനുച്ഛേദം അറിയേനു. അതുകൊണ്ട് ഓപ്ഷന് മാത്രം വിട്ടേച്ച് ബാക്കി അറിയുന്ന എഴുതി. പിന്നെ 17, 18 മേരെ ദേശവാസിയം എന്ന് പറയുന്നതിൽ ഒരു സെന്റൻസ് തന്നിട്ട് എനിക്കൊന്നും പറയാനില്ല. അത് ഞാൻ എന്താ പറയാ എഴുതിന്, പക്ഷെങ്കില് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ക്വസ്റ്റ്യൻ. എന്താണെന്നറിയില്ല. 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ, രണ്ടാമത്തത് ഈ ഒരു വലിയ സെന്റൻസിനെ ചെറുതാക്കി എഴുതല്. എനിക്ക് 2 ക്വസ്റ്റ്യൻസ് വലിയ ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് എന്താ നിങ്ങൾ എഴുതിയത് ആൻസർ? നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഇഷ്ടപ്പെട്ടിനാ ക്വസ്റ്റ്യൻ? 17ഉം 18ാമത്തെയും ഞാൻ അതുകൊണ്ട് അതിനെ കുറിച്ച് പറയുന്നില്ല, അത് വിട്ട്. അത് ഞാൻ എഴുതിന്, പക്ഷെങ്കിൽ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല ക്വസ്റ്റ്യൻ. മേരെ ദേശവാസിയോ എന്ന് പറയുന്ന ചാപ്റ്റർ എന്നല്ല, മേരെ ഭാരതവാസിയോ, ദേശവാസിയോ, മേരെ ഭാരതവാസിയോ എന്ന് പറയുന്ന ചാപ്റ്ററിന്. പിന്നെ 19 3 ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത സെറ്റിൽ എഴുതേണ്ടത്. ഓപ്ഷൻ ഒന്നുണ്ട്. അപ്പോ ഓപ്ഷനിൽ വിട്ടേച്ചത് 19ാമത്തെ ക്വസ്റ്റ്യൻ, മേരെ ലാലിന്റെ അർത്ഥം. മേരെ ലാൽ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അർത്ഥം ഞാനത് വിട്ടേച്ച്. എനിക്കത് അത്ര എന്താ പറയാ, മേരെ ലാൽ എന്ന് പറയുന്ന ചാപ്റ്റർ അറിയില്ല. പിന്നെ 20ാമത്തെ ക്വസ്റ്റ്യൻ, 20ാമത്തത് ഒരു ബാത്ചീത്താണ്, അത് എഴുതിന്. 21ാമത്തത് ഒരു പോസ്റ്റർ ഉണ്ടാക്കാം. പോസ്റ്റർ നമുക്ക് ചെറുപ്പത്തിലെ എന്താ പറയാ ഹിന്ദിയിൽ പോസ്റ്റർ പഠിപ്പിക്കൂലെ, അവിടെ പോസ്റ്റർ ഈസ് ചെയ്യണം, അത് എഴുതിന്. പിന്നെ അമിതാഭ് ബച്ചനെ കുറിച്ച് നമുക്കൊരു സെന്റൻസ് എഴുതിയാലോ? അത് ഇംഗ്ലീഷിലാ തന്നിനെ, ഹിന്ദിയിലേക്ക് എഴുതാം. അമിതാഭ് ബച്ചനെ നമ്മൾ പൊളിച്ചടക്കിന് എക്സാം പേപ്പറിൽ. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് വന്നത് 23ാമത്തെ 8 മാർക്കിന്റെ സെറ്റ് ആണ് അടുത്ത പറയാൻ പോകുന്നത്. ഇതിലൊരു പ്രത്യേക ആളും കൂടി ഉണ്ട്, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. 8 മാർക്കിന്റെ ഒരു ഓപ്ഷൻ വിട്ടേക്കാം, ബാക്കി 3 എഴുതണം. 4 ക്വസ്റ്റ്യനിൽ 3 എഴുതണം. ഫസ്റ്റ് വിജ്ഞാപന് കുഴപ്പമില്ല, അത് എഴുതാൻ പറ്റും. കുറെ കാര്യങ്ങൾ തന്നിട്ട് പോസ്റ്റർ പോലെ തന്നെ ബോക്സ് വരച്ചിട്ട് വിജ്ഞാപൻ എന്ന് പറഞ്ഞാ അതും ഒരു ടീ ഷോപ്പിനെ കുറിച്ചിട്ട്. ഓക്കെ, ഒരു ടീ ഷോപ്പിനെ കുറിച്ച് വിജ്ഞാപനം ഓക്കെ ആക്കി. പിന്നെ ഉള്ളത് നമ്മളെ സുരിനാം കാ പെഹ്ലാ ദിൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഇല്ലേ, അത് നമ്മള് ഓക്കെ ആക്കി. അതിന്റെ ഒരു ഡയറി ചെയ്തല്ല, ഡയറിന്റെ ഫോർമാറ്റ് ഇല്ലേ, നമ്മൾ ഡേറ്റ് ചെയ്ത ഇന്നത്തെ ദിവസം എനിക്ക് ഇങ്ങനെയൊക്കെ നടന്നു പറഞ്ഞിട്ട് ചെയ്ത, അത് ഈസി ആയതുകൊണ്ട് അത് സെലക്ട് ചെയ്ത്. പിന്നെ 3ാമത്തെ അത് രാജ്വന്തിന്റെ ഒരു ഫ്രണ്ടിന് അയച്ചു കൊടുക്കുന്നത്. രാജ്വന്തി എന്ന് പറയുന്ന ക്യാരക്ടർ ഞാൻ എഴുതിയില്ല, എനിക്ക് അറിയില്ല. അപ്പൊ അല്ലെങ്കിൽ എനിക്ക് ആ ചാപ്റ്റർ അറിയാം, എങ്കിലും ആ ചാപ്റ്ററിൽ നിന്ന് കുറെ ഒന്നും കിട്ടൂല. നമുക്ക് എന്താ പറയാ തള്ളണ്ടേ കുറെ കാര്യങ്ങൾ, നല്ല ഇങ്ങനെയാണ് അങ്ങനെയാണ് നല്ല പറഞ്ഞ ഭയങ്കര എക്സൈറ്റിംഗ് എല്ലാം രീതിയിൽ തള്ളൻ അറിയില്ല ആ ഒരു ചാപ്റ്റർ നന്നാല്. അപ്പം ആ ഒരു ചാപ്റ്റർ സ്കിപ്ഡ്. Next comes the last and easiest question in this paper. ഇതാണ് ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ മോനെ. 8 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, 26ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മനുഷ്യന് ഇത് കണ്ടപ്പില്ല എന്താ പറയാ സുഖമായിട്ട് എന്തോ ഒരു സമാധാനം കിട്ടിയ പോലേനും. ഹോ നോക്ക്, മാച്ച് ദ ഫോളോയിങ് പോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമ്മളെ. 8 മാർക്കിന്റെ ലിസ്റ്റില് ആരാണ് ഈ ക്വസ്റ്റ്യൻ ഇട്ടത്? നല്ലത് പറ്റും. ഈ ക്വസ്റ്റ്യൻ മാത്രം എന്താ പറയാ ആകെ ഒരു ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതില്. ബാക്കിയെല്ലാം നമ്മൾ എഴുതണം, കുറേ നേരം എഴുതണം. എന്താ പറയാ ഈ എക്സാമിൽ കുറേ നേരം എഴുതാനുണ്ട്. ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷെ എഴുതാൻ കുറേ ഉണ്ടടാ, തീരുന്നില്ല. ബെല്ലടിക്കുന്ന അറ്റത്താണ് ഈ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ എഴുതാൻ പോലും സമയം കിട്ടിയത്. എന്ത് പറഞ്ഞാല് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ എഴുതാൻ സമയം കിട്ടിയത് ബെല്ലടിക്കുന്ന ടൈമില്. ബിക്കോസ് എന്താ കാരണം, കുറെ എഴുതാനുണ്ട്. എസ്സേ റൈറ്റിംഗ് പോലെ, ലാംഗ്വേജ് അങ്ങനെ ആണല്ലോ, എസ്സേ റൈറ്റിംഗ് പോലെ എഴുതാനുണ്ട്. സോ ടൈം കുറെ ഒന്നും കിട്ടിയിട്ടില്ല. ടൈം അറ്റത്താണ് ലാസ്റ്റ് ആൻസർ ചെയ്തിട്ടാ കൊടുത്തത്. പിന്നെ ഈസി ആയിരുന്നു 26ാമത്തെ ലാസ്റ്റ് 8 മാർക്കിന്റെ ഈ മാച്ച് ദ ഫോളോയിങ്. എനിക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങൾക്ക് എന്താ ഈ ക്വസ്റ്റ്യനെ കുറിച്ച് അഭിപ്രായം? മാച്ച് ദ ഫോളോയിങ് പോലത്തെ ഈസി ആണോ? ഇതാണ് ആകെ ഒരു എന്താ പറയാ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോ ഒരു സമാധാനമായ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫുൾ ആയിട്ട് പറയുകയാണെങ്കിൽ.
നിങ്ങൾക്ക് ഇന്നത്തെ എക്സാം അപ്പൊ എങ്ങനെയുണ്ട്? അനക്കൊരു ഏകദേശം ഈസി എന്ന് പറയാൻ പറ്റില്ല, ചില മാർക്കെല്ലാം പോകും. ഒരു മോഡറേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഹിന്ദിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. പക്ഷെ ഫിസിക്സും കെമിസ്ട്രി എല്ലാം വെച്ച് നോക്കുമ്പോ എത്രയോ ബെറ്റർ ആണ്. ഫിസിക്സും കെമിസ്ട്രി എല്ലാം ടോട്ടലി ഡിഫറെന്റ് ആയിരുന്നു. എന്താ പറയാ, ടെൻഷൻ അടിച്ച് മനുഷ്യൻ പണ്ടാരടങ്ങിനു. പക്ഷെങ്കില് ഹിന്ദിന്റെ ടെൻഷൻ എടുപ്പിച്ചിട്ടില്ല. ഓക്കെ, എന്തൊരു കോൺഫിഡൻസ് കൂടിയോ പോലെ ഹിന്ദി എഴുതിയിട്ട് വന്നപ്പോ. കാരണം ഫിസിക്സിൽ എഴുതിയിട്ട് വന്നപ്പോ കോൺഫിഡൻസ് താഴോട്ടാ പോയത്. ഹിന്ദി എഴുതുമ്പോ ഒരു എന്താ പറയാ, നമുക്ക് ഫെയിൽ ആവൂല എന്നുള്ള ആകെയുള്ള പ്രതീക്ഷ ഹിന്ദിയിൽ വന്നിന്. ഹോ, നിങ്ങൾക്ക് എങ്ങനെയുണ്ടേനു ഹിന്ദി എക്സാം? നിങ്ങളെ അഭിപ്രായം, ഹിന്ദി എക്സാമിനെ കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് പറയണേടാ. ഇതാണ് നമ്മളെ ഹിന്ദി എക്സാമിനെ കുറിച്ചുള്ള റിവ്യൂ. സോ ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് എന്റെ വിശ്വാസം. ഇഷ്ടപ്പെട്ടെന്ന് പറയണേടാ. അപ്പോ അതിന് അടുത്ത നമ്മളെ മാത്സ് ആണ്. നമ്മളെ മാത്സ് എല്ലാം ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടൊന്നുമില്ല. എന്താ പറയാ, തുടങ്ങണ്ട എവിടെന്നെങ്കിലും. എവിടുന്ന് തുടങ്ങും മാത്സ് അടുത്ത്. അത് പക്ഷെ ടൈം ഉണ്ട്, 17 മാത്സ് കൊണ്ട് വെച്ചിന് ഗവൺമെന്റ്. ഹോ, അത് നല്ല തന്നെ മാത്സിന് ടൈം വന്നത്. താങ്ക് യു. മാത്സിന് ടൈം കൂടി ഇല്ല, നാളെ ആയിട്ട് ആയിരുന്നെങ്കിലേ കത്തിപ്പോയനെ തല. മാത്സിന് ടൈം ഉണ്ട്. ഇനി അടുത്ത നമ്മൾ മാത്സിന്റെ കാര്യമാണ് പറയാൻ വന്നത്. റിവ്യൂ ഉണ്ടാവും. റിവ്യൂ വേണ, അതായത് എന്താ പറയാ, ഈ ഒരു എക്സാമിന് ശേഷമുള്ള മാത്സിന്റെ റിവ്യൂല് എന്തെല്ലാം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, മാത്സ് ലീഗണോ, എന്താ നിങ്ങളെ അഭിപ്രായം പറയാൻ മറക്കണ്ട. ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനോടുകൂടി നമ്മൾ ഈ വീഡിയോ നിർത്താൻ പോന്ന. എന്തെന്ന് പറഞ്ഞാല്, നിങ്ങൾക്ക് ചെറിയൊരു ക്വസ്റ്റ്യനാ. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറില് ഏത് ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും ഈസി? എന്റെ ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യന് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മാത്സ് ദ ഫോളോയിങ്. നിങ്ങൾക്ക് ഈ ഹിന്ദി എക്സാമിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതാ? പറയാൻ മറക്കണ്ട. സോ വീഡിയോ എന്താ പറയാ, ലൈക്ക് ഇട്ടിനാ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക്, റിവ്യൂ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം പറയണേ. അത്രേ പറയാനുള്ളൂ. സോ ശരിടാ, ബൈ.